ഇന്നൊരു ക്യാൻഡിൽ ഡെക്കർ ഉണ്ടാക്കിയാലോ നമുക്ക്? ഒന്നല്ല, രണ്ടെണ്ണം. ഒരു പരീക്ഷണാർത്ഥം തുടങ്ങിയതാണ്. ഞാൻ ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പം നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിതാ വെള്ളത്തിലിട്ട പൊന്നി ബബിൾസ് ഇല്ലേ, കുഞ്ഞു ബോൾസ്, അതൊന്ന് വെള്ളത്തിലിട്ടതാ ഈ ഒരു സൈസിലങ്ങ് പൊന്തിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് വീർത്ത് വെപ്പിച്ചിട്ടുണ്ട്. ഇനി അതൊരു ഗ്ലാസ്സിലേക്ക് ഇതാ ഈ കാണുന്ന പോലെ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് നമ്മുടെ ക്യാൻഡിൽ അങ്ങോട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ സെയിം വെള്ളം തന്നെ അതിലേക്ക് കുറച്ച് അങ്ങോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഗ്ലാസ് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് മെഴുകുരുക്കിയിട്ട് ഇതിലടിക്കണം. അതിനായിട്ട് ഞാനിതാ ഈ കളർ മെഴുകാട്ടോ എടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ വൈറ്റ് കളറും വൈറ്റ് സാധാ മെഴുകും നമ്മൾ ക്രയോൺസും വെച്ചിട്ട് കളറാക്കാം. അത്ര വലിയ പണിയൊന്നും വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അതായത് ആർഭാടത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കളർ മെഴുകുതിരി വാങ്ങിച്ചത്. ഇതിന് കുറച്ചധികം പൈസ കൂടുതലാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ഗ്ലാസ് കൂടി അത് ഉരുകി വരുമ്പോഴത്തേക്ക് സെറ്റാക്കിയാലോ. അപ്പോൾ അതിലേക്ക് ഞാനിതാ ഈ ഒരു സാധനമാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞു കല്ലില്ലേ അത്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ശേഷം നമുക്ക് തിരി വെച്ച് കൊടുക്കണ്ടേ. അതിനായിട്ട് തിരി വെക്കേണ്ട നൂലൊന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. മറ്റേ വിളക്കിൻ്റെ നൂല് കുറച്ച് വലുതായിരുന്നു, തടിച്ച നൂലായിരുന്നു. അതിതിന് പറ്റുമോ എന്ന് എനിക്ക് ഡൗട്ടായതുകൊണ്ട് എൻ്റെ കയ്യിലുള്ള വേറൊരു നൂലാട്ടോ ഇതിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോഴേക്കും നമ്മളെ മെഴുകിത ഇവിടെ ഉരുകി കിട്ടിയിട്ടുണ്ട്. ഇനി അത് മെല്ലെ നമ്മളെ ഗ്ലാസ്സിലേക്ക് അങ്ങോട്ട് അഴിച്ചു കൊടുക്കുക. ഇത് ആദ്യത്തെ സെക്ഷനായിരുന്നു കേട്ടോ, ആദ്യം ഉരുക്കിയത്. ഇനി രണ്ടാമത് ഉരുക്കുമ്പം കുറച്ചും കൂടി കളറായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് ക്രയോൺസൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ. രണ്ട് കളർ ഇരുന്നാൽ നല്ല ഭംഗി ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷെ ഉണങ്ങി വന്നപ്പോൾ ഈ ഒരു സെറ്റപ്പാണ് കിട്ടിയ കേട്ടോ. സത്യം പറഞ്ഞൊരു ഫ്ലോപ്പായ ക്യാൻഡിൽ ഡെക്കർ ആയിരുന്നു. ഇങ്ങനൊരു കുണ്ടും രണ്ട് തിരിയൊക്കെ ആയിട്ടാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. മാത്രമല്ല ആ മെഴുക് ഗ്ലാസ്സിലങ്ങ് ഒട്ടിപ്പിടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, നന്നായിട്ട് ആടുന്നും ഉണ്ടായിരുന്നു. തിരിച്ച് വെക്കുമ്പം ഈ കാണുന്ന പോലെ വെള്ളം തിരിച്ചൊന്നും വെക്കണ്ട, ജസ്റ്റ് ഒന്ന് ചരിച്ചു കൊടുത്താൽ മതി, വെള്ളം പുറത്തേക്ക് ഒഴുകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതങ്ങോട്ട് സെറ്റായില്ല. എന്നാലും നമുക്ക് കത്തുന്നുണ്ടോ നോക്കണ്ടേ, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കത്തുമോ ഇല്ലയോ എന്നൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം കത്തുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഞാനൊരു തീപ്പെട്ടി വെച്ചിട്ട് ഇതുപോലെ കത്തിച്ചു. കത്തുന്നുണ്ട്, പക്ഷേ ആ തിരി അത്ര ഓക്കെ അല്ലാത്തതുകൊണ്ട് സാധാ മെഴുക് കത്തുന്ന പോലെ വലിയ പ്രകാശമൊന്നുമില്ല, എന്നാലും കുഞ്ഞ് പ്രകാശത്തിൽ ഈ കാണുന്ന പോലെ അങ്ങ് കത്തുന്നുണ്ട്. കുഴപ്പമില്ല അല്ലേ, പക്ഷേ അങ്ങോട്ട് അത് സെറ്റായില്ല. നമുക്കിനി വീണ്ടും വേറെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഓക്കെ, ബൈ.